എന്തുകൊണ്ടാണ് ചില ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ കൂടുതൽ പണം സമ്പാദിക്കുകയും സന്തോഷകരമായ ജീവിതം നയിക്കുകയും ബഹുഭൂരിപക്ഷത്തേക്കാൾ അതേ വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കാത്തവരില്ല. പക്ഷേ വിജയത്തിനുള്ള വഴി ഒരിക്കലും എളുപ്പമല്ല. കഴിവും സ്വപ്നവും മാത്രം മതിയാവില്ല. അതിനെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ ശക്തി ഡിസിപ്ലിൻ അഥവാ ക്രമശീലമാണ്. ഡിസിപ്ലിൻ എന്നത് എന്താണ്? ഡിസിപ്ലിൻ എന്നാൽ സ്വയം നിയന്ത്രണം. നമ്മുടെ പ്രവൃത്തികൾ, സമയം, ശീലങ്ങൾ, വികാരങ്ങൾ എന്നിവയെ നിയന്ത്രിച്ച് ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുക. ഇത് നമ്മെ വഴിമാറാതെ ലക്ഷ്യത്തിലെത്തിക്കുന്നു. 1. ടൈം മാനേജ്മെന്റ്. വിജയികളുടെ ജീവിതം നോക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ രഹസ്യം സമയം ഉപയോഗിക്കുന്ന രീതിയാണ്. ഒരു ദിവസം എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ലഭിക്കൂ. എന്നാൽ ഡിസിപ്ലിൻ ഉള്ളവർ ആ 24 മണിക്കൂറിനെ വിലപ്പെട്ട രീതിയിൽ വിനിയോഗിക്കുന്നു. അവർ സമയത്തിന് വില കൊടുക്കുന്നതിനാലാണ് ഉയരുന്നത്. 2. സ്ഥിരമായ പരിശ്രമം. ഒരിക്കൽ മാത്രം ചെയ്യുന്ന വലിയ ശ്രമം വിജയത്തെ തരികയില്ല. ചെറിയ ശ്രമങ്ങൾ ദിവസേന ആവർത്തിക്കുമ്പോഴാണ് വലിയ വിജയമായി മാറുന്നത്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് അവസാന ദിവസം പഠിച്ചാൽ വിജയിക്കില്ല. എന്നാൽ ദിവസേന കുറച്ച് സമയമെങ്കിലും പഠിച്ചാൽ മികച്ച വിജയം നേടാം. ഇതാണ് ഡിസിപ്ലിന്റെ ശക്തി. 3. നല്ല ശീലങ്ങളുടെ വളർച്ച. നമ്മുടെ ജീവിതം ശീലങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, വ്യായാമം ചെയ്യുക, വായന നടത്തുക, പഠനത്തിൽ സമയം ചെലവഴിക്കുക, ഇതെല്ലാം നല്ല ശീലങ്ങൾ. ഇവ വളരുന്നത് ഡിസിപ്ലിൻ വഴിയാണ്. 4. മടി, വികാരം എന്നിവയെ നിയന്ത്രിക്കൽ. മടിയാണ് വിജയത്തിന് ഏറ്റവും വലിയ ശത്രു. പലർക്കും വലിയ സ്വപ്നമുണ്ടാകും, പക്ഷേ അവർ തുടങ്ങാതെ ഇരിക്കുകയോ മധ്യേ വിട്ടുപോകുകയോ ചെയ്യും. ഡിസിപ്ലിൻ ഉള്ളവർ മടിയെ തോൽപ്പിച്ച് പ്രവൃത്തിയെ തുടരും. വികാരാധീനതയും അവരെ വഴിമാറാൻ ഇടയാക്കില്ല. 5. പ്രതിസന്ധികളെ നേരിടുന്ന കരുത്ത്. ജീവിതത്തിൽ പരാജയങ്ങളും തിരിച്ചടികളും ഉണ്ടാകും. എന്നാൽ ഡിസിപ്ലിൻ ഉള്ളവർ സഹനത്തോടെ മുന്നോട്ടു പോകും. അവർക്ക് അറിയാം, താൽക്കാലിക പരാജയം അന്തിമ പരാജയം അല്ല എന്ന്. 6. ലക്ഷ്യത്തിലെത്താനുള്ള പാത. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരാൾക്ക് ലക്ഷ്യത്തിലെത്താനാവില്ല. ഉദാഹരണത്തിന്, മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, സച്ചിൻ തെണ്ടുൽക്കർ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ അവർ എല്ലാവരും ഡിസിപ്ലിൻ ഉള്ളവർ ആയിരുന്നു. അവരുടെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനവും ക്രമശീലവുമാണ്. 7. സ്വപ്നം യാഥാർത്ഥ്യമാക്കൽ. സ്വപ്നം കാണുന്നത് എളുപ്പമാണ്, പക്ഷേ അതിനെ യാഥാർത്ഥ്യമാക്കുന്നത് വളരെ പ്രയാസമാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരാളുടെ സ്വപ്നം വെറും സ്വപ്നമായിരിക്കും. ഡിസിപ്ലിൻ ഉള്ളവർ മാത്രമാണ് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത്. 8. സമൂഹത്തിനുള്ള മാതൃക. ഡിസിപ്ലിൻ ഉള്ള വ്യക്തി തന്റെ ജീവിതത്തിൽ മാത്രം വിജയിക്കില്ല, മറിച്ച് സമൂഹത്തിനും ഒരു മാതൃകയായിരിക്കും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിത്വം വളരും. ഒടുവിൽ, ജീവിതത്തിൽ കഴിവും ബുദ്ധിയും സ്വപ്നവും എല്ലാം ഉണ്ടായാലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വിജയം നേടാനാവില്ല. ഡിസിപ്ലിൻ ഉള്ളവർ ആണ് സ്ഥിരമായും മഹത്തായും വിജയിക്കുന്നത്. അതിനാൽ നമ്മളിൽ ഓരോരുത്തരും ഇന്ന് തന്നെ തീരുമാനിക്കണം, ഞാൻ ഡിസിപ്ലിൻ ഉള്ളവനായി എന്റെ ജീവിതത്തെ വിജയകരമാക്കും.